ഇനി വിശുദ്ധ ഖുർആനെ വഹാബി പാതിരിവർഗം പരിഹസിക്കുന്നത് കേൾക്കൂ. ആദ്യമായി ഖുർആനിന്റെ ആയത്തിനെ തിരുത്തുന്നതിന്റെ ഗൗരവം പറയുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുക. ആയത്ത് തിരുത്തിയിട്ട് കമാന്നൊരക്ഷരം പറഞ്ഞില്ല ഈ ഉമ്മത്ത്. ഒറ്റ പ്രസ്ഥാനം ഒഴികെ ഇസ്ലാമുള്ള ഒരേ ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. അവർ നിഷേധിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഒഴിവാക്കിയിട്ട് വേറൊരു ആയത്ത് കൊണ്ടുവന്നു. ഖുർആനിൽ കേരളത്തിൽ നടന്നതാ, ഇസ്രായേലിൽ നടന്നല്ല, ബ്രിട്ടനിൽ നടന്നല്ല. ഇനി കാണൂ, കേരളത്തിലെ അതേ വഹാബി പുരോഹിതൻ തന്നെ ഖുർആൻ തിരുത്തുന്നത്. നോക്കൂ, അല്ലാഹു فاصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريدون زينة الحياة الدنيا. നോക്കൂ ചങ്ങായിമാരെ, ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. يريدون وجهه ولا تعد عيناك عنهم تريدون زينة الحياة الدنيا. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, ഫസ്ബിർ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവരുമായി നീ നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്ട് പാവങ്ങളുമായി പാവപ്പെട്ടവരുമായി. ദുനിയാവിന്റെ അലങ്കാരങ്ങളിലും പളപളപ്പുകളിലും നീ കണ്ണഞ്ചി പോകരുത്. ഞാനിവിടെ വളരെ ഗൗരവമായ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ആയത്ത് തിരുത്തിയിട്ട് കമാന്നൊരക്ഷരം പറഞ്ഞില്ല ഈ ഉമ്മത്ത്. ഒറ്റ പ്രസ്ഥാനം ഒഴികെ ഇസ്ലാമുള്ള ഒരേ ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. അവർ നിഷേധിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഒഴിവാക്കിയിട്ട് വേറൊരു ആയത്ത് കൊണ്ടുവന്നു. ഖുർആനിൽ കേരളത്തിൽ നടന്നതാ, ഇസ്രായേലിൽ നടന്നല്ല. അതേ മൗലവി തന്നെ ഖുർആനിനെ പരിഹസിക്കുന്നതും നിങ്ങളൊന്ന് കാണൂ. ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ, ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ചങ്ങായിമാരെ, ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. വിവരല്ലേലോ. ഖുർആനിനേക്കാൾ നല്ലത് മാതൃഭൂമി പത്രം വായിക്കലാണെന്ന് പറഞ്ഞ ഈ പുരോഹിതന്മാർ ഖുർആൻ പാരായണത്തെ ആക്ഷേപിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ചങ്ങായിമാരെ, ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. വിവരല്ലേലോ.